അപ്പോൾ എന്തിനോട് വന്നീന് അത് മറന്നുപോയല്ലോ. ആ, ഓർക്കാപ്പുളി. ഓർക്കാപ്പുളി അതായത് മിക്കവാറും നാട്ടിൽ ഇത് ഇരുമ്പം പുളിയാണ്. മിക്കവാറും വരെ ഒരു സാധനം ഈ മരം ഉണ്ടാവും, പക്ഷെ കായ് ഇങ്ങനെ കൊഴിഞ്ഞാടി പോകും. ആർക്കും ഇതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. എന്നാലും ഇതിൻ്റെ വേര് മുതൽ ഇതിൻ്റെ അങ്ങേ അറ്റം വരെ കായ് ഉണ്ടാവും ചോദിച്ചു. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ആർക്കും ഇതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഞാൻ അപ്പോൾ അത് തിന്നണത് എനിക്കത് തൃപ്തി ഉണ്ടായിട്ടല്ല. ഇതിപ്പോൾ വീഡിയോ കാണണം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പുളി വരണമല്ലോ, അതിനും വേണ്ടിയിട്ട് ഇങ്ങനെ തിന്നാം. അപ്പോൾ ഇന്നത്തെ ഈസി മേക്കറിൻ്റെ വീഡിയോയിൽ നമ്മൾ ഈ സാധനം ഉപയോഗിച്ചായിട്ട് ജാം ഉണ്ടാക്കാനാണ് പോകുന്നത്. എളുപ്പം എന്ന് പറഞ്ഞാൽ അജ്ജാതി എളുപ്പമുള്ളൊരു ജാം എൻ്റെ ചിന്തയിൽ ഞാൻ കണ്ടില്ല. 1 2 3 4 സാധനം കൊണ്ട് നമുക്ക് വരേന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിൾ സാധനമാണ് ഈ ജാം. അപ്പോൾ അങ്ങനത്തെ ഒരു ജാമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, അഥവാ എൻ്റെ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഈസി മേക്കർ എന്നുള്ള ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താണ്ട് കൂടെ വെല്ലും കൂടി ഒന്ന് നോക്കിയായിട്ട് നമുക്ക് ജാം ഉണ്ടാക്കണമെങ്കിലും ഇങ്ങോട്ട് വരും. നമ്മൾ ആവശ്യമുള്ള പുളി നമ്മൾ പറിച്ചെടുക്കുകയാണ്. പൊതുവേ മരത്തിൽ പുളി കുറവുള്ള സമയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല പേരിലാണ് പല നാടുകളിൽ അറിയപ്പെടുന്നത്. ഇരുമ്പം പുളി, ഓർക്കാപ്പുളി എന്നൊക്കെ ഉള്ള പല പേരിലാണ് അറിയപ്പെടുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഏതാണോ പേര്, ഇതാണ് ആ സാധനം. അപ്പോൾ നമ്മളത് നന്നായിട്ട് തണ്ട് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. 3 ചെമ്പരത്തിപ്പൂവ്, ഒരു ജഗ്ഗിൽ വെള്ളം, 1 കപ്പ് പഞ്ചസാര, കുറച്ച് ഉപ്പ്. അത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിനെടുത്തിട്ടുള്ളത്. അത്രയും സാധനങ്ങൾ ഇതിന് ആവശ്യമുള്ളൂ. നമ്മൾ ഈ ചെമ്പരത്തിപ്പൂവ് എടുക്കുന്നത് നമ്മുടെ ജാമിന് ഒരു റെഡിഷ് കളർ വരുന്നതിന് വേണ്ടിയിട്ടാണ്. അത് അത്യാവശ്യമുള്ള സാധനമല്ല, പക്ഷേ ഒരു കാണാനൊരു സൗന്ദര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെമ്പരത്തിപ്പൂ എടുക്കുന്നത്. നമ്മൾ എടുത്തിട്ട് ഉള്ള 3 ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകൾ മാത്രമായിട്ട് പറിച്ചെടുത്ത് വെക്കുകയാണ്. ഇനി നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഈ പുളികൾ 2 ഭാഗം നമ്മൾ കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുക. അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുന്നത് എന്താ, നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ടാണ്. ഇത്രയും ചെറുതാക്കി അരിഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. വേവിച്ചതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ട് അടിക്കുകയാണ്. അപ്പോൾ ഇത്രയും ചെറിയ കഷ്ണങ്ങൾ അത്യാവശ്യമല്ല. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പുളി മൊത്തം ഈ ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് വെക്കുക. നമ്മൾ കുക്ക് ചെയ്യുന്നത് ഗ്യാസിലാണ്, അതുകൊണ്ട് തന്നെ ഈ ഒരു പാത്രത്തിലേക്ക് അത് മൊത്തം ഇട്ടതിന് ശേഷം അത് മൊത്തമായിട്ട് മൂടുന്ന തരത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ മൊത്തം വെള്ളം ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം ഓണാക്കി കഴിഞ്ഞാൽ ഈ ഓർക്കാപ്പുളി ഇതുപോലെ വെന്ത് കളറ് മാറുന്നതായിട്ട് കാണാൻ പറ്റും. നന്നായി വെന്തതിന് ശേഷം നമ്മളിതൊരു അരിപ്പ് ഉപയോഗിച്ചിട്ട് ആ പുളി മാത്രം അരിച്ചെടുക്കുകയാണ്. ഇനി നമ്മളൊരു കയ്യിലോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇത് ഉടക്കാം, പക്ഷേ ഞാനിത് മിക്സി ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുകയാണ്. മിക്സി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നന്നായിട്ട് ലൂസായിട്ട് കിട്ടും. നമ്മൾ അത് നേരത്തെ എടുത്തിട്ടുള്ള ആ സ്റ്റീൽ പാത്രത്തിൽ തന്നെ വെച്ച് ഗ്യാസ് ഓൺ ആക്കിയതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ ചൂടാക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചെടുത്ത് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാര എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പുളിയുടെ അത്രയും അളവിലാണ് നമ്മൾ പഞ്ചസാര ഇടേണ്ടത്. അപ്പോൾ അത്രയും പഞ്ചസാര നമ്മൾ ഇതിലിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ആവശ്യത്തിന് മാത്രം ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു നുള്ളുപ്പ് ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുത്തതിന് ശേഷം അതുകൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എടുത്ത് വെച്ചിട്ടുള്ള ചെമ്പരത്തിപ്പൂ ഇതുപോലെ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിത് ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഈ ജാം ഒരു റെഡിഷ് കളറിലേക്ക് മാറുന്നത് കാണാൻ പറ്റും. ഇത് തിളപ്പിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, കയ്യിലേക്ക് തെറിക്കാൻ സാധ്യതയുണ്ട്. ഒരു അത്യാവശ്യം ലൂസായി കഴിഞ്ഞാൽ നമ്മളിത് അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കണം. തണുക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ടൈറ്റ് ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളത് വാങ്ങി വെച്ചതിന് ശേഷം ഒരു ഗ്ലാസ് ബോട്ടിലോ അല്ലെങ്കിൽ ഇതുപോലെ ബൗളിലോ എടുത്ത് വെക്കാൻ പറ്റും. ഗ്ലാസ് ബോട്ടിലാക്കി കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ സൂക്ഷിക്കാൻ പറ്റും. ഇപ്പോൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ബൗളിലാക്കി വെച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജാമാണ്.
അപ്പോൾ ഇന്നത്തെ ജാം അങ്ങനെ ഉണ്ട്, ഉണ്ടാക്കിയ നമ്മളല്ല, നമ്മളെ പെണ്ണുങ്ങളാണ്. ഇൻട്രോ പറയാനും സംഗതികൾ പറയാനും ഇതിനൊക്കെ ഞാൻ തന്നെ വരണം. അപ്പോൾ അതിനും വേണ്ടിയിട്ട് വന്നതാണ്. സാധനം ഉണ്ടാക്കിയൊക്കെ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചാൽ, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം. ബൈ.